ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കഴുകാനായിട്ട് പോകാം ഏട്ടായി. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് ഞങ്ങൾ വണ്ടി കഴുകാനായിട്ട് പോകുന്നത്. ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പൂസിനോടും പറയാം, നമുക്ക് അപ്പൂസിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാവേ. അപ്പം നമ്മുടെ വീടിൻ്റെ അപ്പുറത്തായിട്ടാണ് വെള്ളച്ചാട്ടം. അത് മഴയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു തോടാണ് ആക്ച്വലി അത്. അതിങ്ങനെ ഒരു പണ്ട് കാലത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എങ്ങനെയായിരുന്നെങ്കിൽ അത് ആ കുഞ്ഞു ബക്കറ്റ് എടുക്ക്, കുഞ്ഞു ബക്കറ്റ് മതി. ഞാൻ അപ്പോഴത്തേക്ക് അങ്കിളിനോട് ഞാൻ ചോദിക്കാം. അങ്കിൾ പറയാമെങ്കിൽ എങ്ങനെയായിരുന്നു അങ്കിളെ അത് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ തോന്നുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായതാ. മഴക്കാലത്ത് മാത്രമാണ് കേട്ടോ അവിടെ വെള്ളം ഉണ്ടാവുന്നത്. ഇപ്പൊ നല്ല മഴ സീസൺ ആണല്ലോ. അപ്പൂസ നീ വരുന്നില്ലേടാ? നമ്മള് വണ്ടി കഴുകാനായിട്ട് പോവാം. ഓക്കെ, അപ്പൊ അപ്പൂസും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ എന്താണ് പറയുക, കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മഴ സമയമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ്. ചെറിയൊരു വലിയ വാട്ടർഫോൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയൊരു തോടാണ്. പക്ഷേ ഞങ്ങൾക്കതൊരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാവേ. കേരള പൂച്ച നമ്മൾ കാറ് കഴുകാനായിട്ടാണല്ലോ പോകുന്നത്. അപ്പം നമുക്ക് കാർ ഷാമ്പു വേണം. കാർ ഷാമ്പു നമുക്ക് ആദ്യം പോയി വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് നമ്മുടെ കാർ കഴുകാതെ. അസു, ഹായ്. ചിരിക്കുവാനോ? ആണോ? അങ്ങനെ നമ്മൾ കാർ ഷാമ്പു മാത്രമല്ല ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു വെള്ളച്ചാട്ടം. കണ്ട എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. നമ്മൾ മാത്രമല്ല കേട്ടോ, ഈ നാട്ടിലുള്ള എല്ലാവരും ഇവിടെയാണ് വണ്ടി കൊണ്ടുവന്ന് കഴുകുന്നത്. അതാകുമ്പോൾ ഈ റോഡിൽ നിർത്തി കിട്ടിയിട്ട് കഴുകാൻ നല്ല എളുപ്പമാണ്. അതുകൊണ്ടാണ് അസു, ഹായ്. ടാറ്റ തരാവോ? ടാറ്റ തരാവോ? അസു ടാറ്റ തരാവോ? ആ ടാറ്റ. ആ ആ ആ ആ നല്ല കുഞ്ഞാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിന് തുടക്ക ഭാഗം ഒന്നും കണ്ടാലോ, നമുക്ക് കുറച്ച് മേലോട്ട് കയറി പോവാവേ. കുറച്ചും കൂടെ മേളിലോട്ടൊന്ന് കയറി പോവാം കേട്ടോ. മുകളിലോട്ട് കയറി പോകുമ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്ന പോലത്തെ ഒരു കുഴിയുണ്ട്. അവിടെ നിന്നാണ് ഈ വെള്ളമെല്ലാം ശരിക്കും വരുന്നത്. ഇതിൻ്റെ ഒരു ഉത്സവമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പാമ്പും ചേമ്പും ഒക്കെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പാട്. സൂക്ഷിച്ച് പോകണം. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ അത് ശരിക്കും വരുന്നത്. അവിടെയാണ് ആ പാറ. എന്നാലും നമുക്ക് ഇച്ചിരി കൂടെ മുകളിലോട്ട് കയറിപ്പോവാം. നമുക്ക് തൽക്കാലം ഇവിടെ വരെ മതി. നമ്മൾ ഇപ്പോൾ അങ്ങ് താഴെയാണ് കേട്ടോ അവർ നിൽക്കുന്നത്. നമ്മളിങ്ങനെ മേളി വരെ വന്നതാണ്. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. മാളത്തെ ആൾക്കാർ ശരിക്കും കുളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ഒരു കടവ് പോലത്തെ ഒരു സംഭവമാണ്. നല്ല പാറക്കെട്ടുകളൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് പക്ഷേ ഇവിടെ കാണാനായിട്ട്. കണ്ടില്ലേ? ഇതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ ഒരു കുഴി. നമ്മൾ ഈ പാറയിലൊന്നും കയറി നിൽക്കുന്നില്ല, തെന്നി വീഴും. മുകളിലും ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അവരിതാ അങ്ങ് താഴെയാണ് നിൽക്കുന്നത്.
അവരങ്ങ് താഴെയാണ് കേട്ടോ, കണ്ടില്ലേ? ചെറിയ ഒരു വെള്ളച്ചാട്ടമാണ്, പക്ഷെ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒറ്റയ്ക്കൊന്നും വരാൻ എനിക്ക് പറ്റത്തില്ല, പേടിയാണ്. ഇതിപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് ഞാൻ വന്നതാണ്. ഇത് അവരങ്ങ് താഴെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് കയറി വന്നതേ ഉള്ളേ. ഇനി നമുക്ക് ഇറങ്ങി പോയേക്കാം. എന്താ ഭംഗിയല്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എല്ലാവർക്കും ഞങ്ങളുടെ വെള്ളച്ചാട്ടമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ എന്തിനാണ് വന്നത്? കാറ് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ചേട്ടായി കുറച്ച് നേരം ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കാറ് കഴുകാനൊക്കെ കൂടി കേട്ടോ. വേഗം തന്നെ കാറ് കഴുകി. അങ്ങനെ കാറൊക്കെ നല്ല സൂപ്പറായിട്ട് കണ്ടില്ലേ കഴുകി കേട്ടോ. അടിപൊളിയായിട്ട് കഴുകാൻ പറ്റി. ഇപ്പം തന്നെ സമയം ഒരു 6:30 ആയി കേട്ടോ. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോകേണ്ട സമയം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും കൂടി വേണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത് ബൈ.